ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ കാറ്റത്തി കിളിക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മളെ നീതുവിൻ്റെ വീട്ടുകാർ ഹരീഷിൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണല്ലോ. ആ സമയത്താണ് നമ്മളെ സുധീഷിനെ പിടിച്ചു കൊണ്ടുപോയിട്ട് നമ്മളെ നിധി താലിമാലയൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ താലിമാലയൊക്കെ ചോദിച്ച് ആ താലിയൊക്കെ അണിഞ്ഞിട്ട് അവരുടെ മുന്നിൽ വന്നിട്ട് അവരോട് ഭയങ്കര ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ നിധി. ഞാൻ ഇത്രയും കാലം ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ, എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ലല്ലോ, നാട്ടുകാർ പലതും പറയും, പക്ഷെ ഞാൻ അതൊന്നും ഇവിടെ അനുഭവിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞല്ലോ അന്തസ്സിൻ്റെ കാര്യം, നിങ്ങളെക്കാൾ അന്തസ്സുള്ള വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്, പണവും പ്രതാപവും എല്ലാം ഉള്ള വീട്ടിൽ നിന്ന്. പക്ഷേ എനിക്ക് അതിനേക്കാൾ ഉപരി ഇവിടെ സന്തോഷം കിട്ടുന്നുണ്ട്. ഈ വീട്ടിൽ നിന്നിട്ട് സന്തോഷം കിട്ടാത്ത ഒരു കുട്ടിക്ക് വേറെ എവിടെ പോയാലും സന്തോഷം കിട്ടാൻ പോണില്ല. അത്രമാത്രം എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ എന്നെ നന്നായി നോക്കുന്നുണ്ട്, സുധീഷ് എന്നെ നോക്കുന്നുണ്ട്, ഹരീഷ് ആയാലും നികേഷ് ആയാലും അച്ഛനായാലും എല്ലാവരും എന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നീതുവിനെ ഇങ്ങോട്ട് തന്നാലും യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല. ഹരീഷ് അവളെ പൊന്നുപോലെ നോക്കും. പിന്നെ സുഭാഷ് ചേട്ടൻ നല്ലൊരു ഏട്ടനായിരിക്കും, നികേഷ് നല്ലൊരു അനിയനും, പിന്നെ ഇപ്പൊ ചീത്ത വിളിച്ച സുധീഷ് ഉണ്ടല്ലോ, ഈ സുധീഷ് വരെ നന്നായിട്ട് അവളെ നോക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ഇവിടെ. പിന്നെ നാട്ടുകാർ പറയുന്ന കാര്യം, നാട്ടുകാർ അച്ഛനെ കുറിച്ചാണ് പറയുന്നത്, അത് സത്യമാണോ അല്ലയോ എന്ന് പോലും അവർക്ക് തന്നെ വലിയ ധാരണയില്ലാതെയാണ് അവർ പറയുന്നത്. എൻ്റെ റിസപ്ഷൻ്റെ അന്ന് വരെ ഇവിടുന്ന് പല ആളുകളും ഈ വീടിനെ കുറിച്ച് മോശമായിട്ട് പറയുന്നത് ഞാൻ എൻ്റെ ചെവിയിൽ കേട്ടതാ. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കാര്യമൊന്നും ഇവിടുന്ന് അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ വീടിനെ കുറിച്ച് മോശമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ ഇനി ഞങ്ങൾ വെറുതെ നിൽക്കുന്നു നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾക്ക് നിങ്ങളെ മകളെ ഇങ്ങോട്ട് തരാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ തരണ്ട. പക്ഷെ വീടിനെ കുറിച്ച് മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇനി മേലാൽ പറഞ്ഞു പോവരുത്. ഞാൻ സുധീഷിന്റെ ഭാര്യയായിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് 5 മാസം കഴിഞ്ഞു, എന്നിട്ടും എനിക്കൊരു പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായിട്ടില്ല. എന്തായാലും സുധീഷിനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തു പറയുന്നുണ്ട്, പിന്നെ സുധീഷിന്റെ ഭാര്യയാണെന്നുള്ള കാര്യം ഇടയ്ക്കിടെ പറയുന്നുണ്ട്. ഇതൊക്കെ സുധീഷിനെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഡയലോഗ് അടിക്കുന്ന സമയത്ത് അവിടെ സുധീഷും നികേഷും ഒക്കെ ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളെ നിധി എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടെ ഞാൻ സുധീഷിന്റെ ഭാര്യയാണെന്ന് എടുത്തു പറയുന്നുണ്ട്. ഇതൊക്കെ സുധീഷിന് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവർ ഭയങ്കരമായിട്ട് അവിടെ ആഘോഷിക്കുന്നുണ്ട്, നമ്മളെ നികേഷും അതുപോലെ തന്നെ സുധീഷൊക്കെ. എന്തായാലും നന്നായിട്ട് നമ്മളെ നീതുവിന്റെ അച്ഛനും അമ്മയ്ക്കും നമ്മളെ നിധി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവർ പറയുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ല, നീ ഇങ്ങനെ വന്നെന്ന് വെച്ച് ഞങ്ങളുടെ മകളെ ഇങ്ങോട്ട് തരണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ എന്നാട്ടോ അവരുടെ അമ്മ ചോദിക്കുന്നത്. അന്നേരം നമ്മളെ നിധി പറയുന്നുണ്ട്, നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഞാൻ ഇവിടുത്തെ കാര്യം പറഞ്ഞെന്നുള്ളൂ, ഈ വീടിനെ കുറിച്ച് മോശമായിട്ട് ഇനി പറയാൻ പാടില്ല, മര്യാദയ്ക്ക് ഈ വീട്ടിന്റെ മുറ്റത്ത് നിന്ന് ഇറങ്ങി പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നീതുവിന്റെ അച്ഛനെയും അമ്മയെയും അവിടുന്ന് പറഞ്ഞയക്കുന്നുണ്ട് നമ്മളെ നിധി കേട്ടോ. അവൾക്ക് ഈ വീടിനെ കുറിച്ച് പറഞ്ഞത് ഒട്ടും ഇഷ്ടമായില്ല. എന്തായാലും സുധീഷ് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ മൊമെന്റ്, ഈ അവള് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ. ആ സമയത്ത് അവൻ ഇടയ്ക്ക് സ്വപ്നലോകത്തേക്കൊക്കെ പോയിരുന്നു കേട്ടോ നമ്മളെ നിധി, ഇങ്ങനെ ഞാൻ സുധീഷിന്റെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ. എന്തായാലും അവർ പോയി കഴിഞ്ഞപ്പോൾ സുഭാഷ് ചേട്ടനോട് പറയുന്നുണ്ട് കേട്ടോ, സുഭാഷ് ചേട്ടൻ അങ്ങനെ കേട്ട് നിൽക്കാൻ വയ്യ, ഈ വീട് പെണ്ണുങ്ങൾ വാഴാത്ത വീടാണ്, അതാണ് ഇതാണെന്നൊന്നും പറയുന്നത് ഇനി കേട്ട് നിൽക്കാൻ പറ്റില്ല സുഭാഷ് ചേട്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നിധി ചെയ്തത് പൊളിച്ചെന്ന് എല്ലാവരും അഭിനന്ദിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഹരീഷ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. വേറെ ഒന്നിനുമല്ല, അവര് വന്നിട്ട് ഇവിടെ മോശപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞതിനും പിന്നെ അതുപോലെ തന്നെ അവര് ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഇനി ആ പെണ്ണിനെ വേണ്ട, ഇവിടെ വന്ന് മോശപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ബന്ധം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ചൂടാവുന്നുണ്ട് കേട്ടോ. അന്നേരം സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, നീ ചൂടാവുമ്പോൾ ഓരോന്ന് വിളിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മളെ നീതുവിന് അവിടുന്ന് ഭയങ്കരമായിട്ട് അടിയൊക്കെ കിട്ടുന്നുണ്ട് അഖിലിന്റെ അടുത്തുനിന്ന്. അവർ തമ്മിൽ ഭയങ്കരമായിട്ട് തല്ല് കൂടുന്നുണ്ട്. അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയുന്നുണ്ട്, നന്നായിട്ട് അടി നടക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഹരീഷിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മളെ നീതു അക്കാലത്ത് പറഞ്ഞത് നമ്മളെ അഖിലിന് പറ്റിയില്ല, അതിനാണ് അവിടെ വഴക്ക് കൂടുന്നത്. ആ സമയത്താണ് നമ്മളെ ഹരീഷിന്റെ വീട്ടിൽ നിന്ന് തിരിച്ച് ഓട്ടോയിൽ ഇങ്ങോട്ട് വരുന്നത് നമ്മളെ നീതുവിന്റെ അച്ഛനും അമ്മയും. അങ്ങനെ അവർ വന്ന് മക്കൾ തമ്മിലുള്ള അടിപിടി മധ്യസ്ഥം നിന്നിട്ടാണ് അത് അവിടുന്ന് പ്രശ്നം ഇല്ലാതാക്കുന്നത് കേട്ടോ. എങ്കിൽ പോലും നമ്മളെ നീതുവിന്റെ അമ്മയ്ക്ക് നീതുവിനോട് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. നീ ആളുകളെ മുന്നിൽ മാനം കെടുത്തിയപ്പോൾ നിനക്ക് സമാധാനമായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അഖിലാണെങ്കിൽ വീണ്ടും അവന്റെ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്, ഹരീഷുമായിട്ടുള്ള ബന്ധത്തിന് സമ്മതിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഹരീഷിനെ മോശമായിട്ട് പറയുന്നുണ്ട്. അന്നേരം നമ്മളെ നീതു പറയുന്നുണ്ട് കേട്ടോ, നിന്നെ പോലെ വെറുതെ നടക്കല്ല ഹരീഷ്, അന്തസ്സായിട്ട് പണിയെടുത്താണ് ജീവിക്കുന്നത്, നിന്നെ പോലെ വെറുതെ നടക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മളെ അഖിലിന് വീണ്ടും ദേഷ്യം വന്നിട്ട് അടിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും നിനക്ക് ഭ്രാന്താടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അഖിലെ. നമ്മളെ നീതുവിന് നന്നായിട്ട് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്, നീതു തിരിച്ചും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഹരീഷിനെ മറക്കാനോ അവന്റെ കൂടെ ജീവിക്കാതിരിക്കാനോ എന്തായാലും അവൾക്ക് പറ്റില്ല, അവൾ അവളുടെ സ്റ്റാൻഡിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. എന്തായാലും നമ്മളെ നിധിയുടെ കുറച്ച് ഡയലോഗ്സിൽ നമ്മളെ നീതുവിന്റെ അച്ഛന്റെയും അമ്മയുടെയും പത്തി കുറച്ച് താന്നിട്ടുണ്ടെന്ന് നമ്മളെ നികേഷ് പറയുന്നുണ്ട് കേട്ടോ. കാരണം അത്രമാത്രം നമ്മളെ നിധി പറഞ്ഞിട്ടുണ്ട്.
കാരണം ഈ വീട്ടിനെ കുറിച്ച് ചെറുതായിട്ടെങ്കിലും അവൾക്ക് ഒരു മോശപ്പെട്ട അഭിപ്രായത്തിൽ നിന്ന് ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയും കാലം നാട്ടുകാരൊക്കെ പറഞ്ഞത് വെറുതെ ആയിരുന്നു, ഇതൊന്നുമല്ല സത്യം എന്ന് അവിടെ ജീവിക്കുന്ന ഒരു പെൺകുട്ടി തന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ അതിലെന്തെങ്കിലും ഒരു ശരി ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളെ നിധി പറയുന്നതിനൊന്നും വലുതായിട്ട് മറുപടി ഒന്നും അവരുടെ അച്ഛനും അമ്മയും കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. എന്തായാലും ഇവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നിധിയും അതുപോലെ തന്നെ നികേഷും സുധീഷും കൂടി പാമ്പും കോണിയൊക്കെ കളിക്കുന്നുണ്ട്. ആ സമയത്തും നമ്മളെ സുധീഷിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ നിധിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നുണ്ട്. പിന്നെ അവള് പറഞ്ഞ കാര്യം ആലോചിക്കുന്നുണ്ട്. നമ്മളെ താലിമാല ഇട്ടിട്ട് പറഞ്ഞ ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നമ്മളെ താലി നിധി അഴിച്ചു കൊടുത്തിട്ടുണ്ട് സുധീഷിൻ്റെ അടുത്ത്. ഇനി ഇത് അവിടെ ഭദ്രമായിട്ട് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട്. അന്നേരം ഇവ അഴിക്കരുതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലും അവൻ സന്തോഷം, അവള് ഇട്ടല്ലോ, പിന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് എൻ്റെ ഭർത്താവാണ് സുധീഷ് എന്ന് പറഞ്ഞല്ലോ, അതൊക്കെ അവനെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അപ്പോൾ ഇനി ആവശ്യം വരുമ്പോൾ വന്ന് ചോദിച്ചോളൂ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പം തൽക്കാലം താലിമാലയൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പാമ്പും കോണിയൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൂടി ഹരീഷിനെ നിർബന്ധിക്കുന്നുണ്ട്. ഹരീഷ് ഞാനില്ല, എനിക്ക് കടയിൽ പോകണോ എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് ഞായറാഴ്ച അല്ലേ, പണിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം സുധീഷ് പറയുന്നുണ്ട്, ഇന്ന് രാവിലെ ഉണ്ടായ പ്രശ്നത്തിൽ അവരുമായിട്ടുള്ള കണക്ഷൻ വിട്ടോ എന്നൊരു ടെൻഷൻ ഉണ്ട് ആൾക്ക്, അപ്പം അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊന്നല്ല, എനിക്കൊരു വണ്ടി കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മളെ നിധി പിടിച്ചിരുത്തുന്നുണ്ട് നമ്മളെ ഹരീഷിനെ. അങ്ങനെ എല്ലാവരും കൂടി കളിക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളെ നികേഷിൻ്റെ ചെവിയിൽ പോയിട്ട് പറയുന്നുണ്ട്, നമുക്കിന്ന് പുറത്ത് പോവാന്നൊന്ന് പറയൂ, ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഒരു സ്വകാര്യം പറിച്ചിട്ട് കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ, അതല്ല നമുക്ക് ബീച്ചിൽ പോകാമെന്ന് സുധീഷേട്ടൻ പറയായിരുന്നു എന്ന്. അപ്പോൾ ബീച്ചിലോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും കൂടി ബീച്ചിൽ പോകാമെന്ന് സുധീഷേട്ടൻ പറഞ്ഞതാന്ന് പറയുമ്പോൾ നിധി റെഡി കേട്ടോ, നമുക്ക് പോവാന്നൊക്കെ ഭയങ്കരമായിട്ട് സമ്മതിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷം ആൾക്ക് പുറത്ത് പോവാന്ന് പറഞ്ഞപ്പോൾ. അന്നേരം സുധീഷിനും ഭയങ്കര സന്തോഷമായിട്ടോ, അവളുടെ കൂടെ പോവാലോ എന്ന്. അങ്ങനെ നമ്മൾ ഹരീഷിനോട് പറയുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഞാനില്ല, എനിക്ക് കടയിൽ പോകണം, എന്തായാലും ഒരു വണ്ടി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ചിലപ്പോൾ നമ്മളെ നീതുവിനെ കണ്ടിട്ട് സംസാരിക്കാനായിരിക്കാം, കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനായിരിക്കാം. അന്നേരം സുഭാഷ് ചേട്ടനോട് പറഞ്ഞപ്പോൾ സുഭാഷ് ചേട്ടൻ റെഡിയാണ്, ഞാൻ വരാം, നിധി നീ പോയി റെഡി ആയിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ ഒരു മൊമെന്റിന് നമ്മളെ സുധീഷ് വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോകുമ്പോൾ നിധിയെ കുറച്ചും കൂടി ഒന്ന് അവന് കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. എന്തായാലും ഇനി ഹരീഷിൻ്റെയും നീതുവിൻ്റെയും കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളൊക്കെ വരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ സുധീഷിൻ്റെയും നിധിയുടെയും കാര്യത്തിലും ഡിവോഴ്സിന്റെ പേപ്പർ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ള ആളുകളാണ് നമ്മളെ സുധീഷും അതുപോലെ തന്നെ നിധിയും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷമാണ് സുധീഷിന് നമ്മളെ നിധിയിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത്. അത് ചിലപ്പോൾ അവൻ്റെ ഒരു പോസിറ്റീവ് മൈൻഡ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ തോന്നിയത്, അല്ലാന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം നമ്മളെ നിധിയുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. ഹരീഷിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട്. നീതുവായിട്ട് ഇങ്ങോട്ട് വന്ന് ഇഷ്ടം പറഞ്ഞതാണ്, പക്ഷെ നീതുവിൻ്റെ വീട്ടുകാരായിട്ടാണ് ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നതും. ഹരീഷിൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അവൻ ഇങ്ങനെ റിസ്ക് എടുത്തിട്ട് ഒരാളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. പക്ഷെ നീതുവിൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ നീതുവിന് ഒരിക്കലും ഹരീഷ് ഇല്ലാതെ പറ്റില്ലതാനും. അപ്പം എന്തായാലും നമുക്ക് അവരിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ ഈ സീരിയലിൽ ഇനി വരാൻ പോകുന്ന ട്വിസ്റ്റുകളൊക്കെ നമുക്ക് ഇനി അറിയാം. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണുക. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.